സാർ നമസ്കാരം. നമസ്കാരം. പിണറായിസം മരുമോനിസം എന്ന് പറഞ്ഞൊരു വികാരം കേരളത്തിൽ നിലനിൽക്കുന്നു. അല്ലെങ്കിൽ പിണറായി വിജയനും മരുമോനും കൂടി, അതായത് മുഹമ്മദ് റിയാസും കൂടി ഭരണത്തെ തങ്ങളുടെ ഒരു വീട്ട് ഭരണമാക്കി മാറ്റി എന്ന് സ്ഥിരം പരാതി ഉന്നയിച്ച ഒരാളാണ് പി.വി. അൻവർ. അതുപോലെ തന്നെ കേരളത്തിലെ മാധ്യമപ്രവർത്തകരിൽ ഈ വിവരം ഏറ്റവും കൂടുതൽ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് ടി.പി. നന്ദകുമാർ എന്ന മാധ്യമപ്രവർത്തകനാണ്. മരുമോനിസം, പിണറായിസം കേരളത്തിൽ കൊടികുത്തി വാഴുന്നിടത്തോളം കാലം കേരളത്തിലൊരു ഭരണം സാധ്യമല്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പോകുകയുള്ളൂ എന്നൊരു വികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിനു വേണ്ടി, അതായത് മരുമോനെ മുഖ്യമന്ത്രിയാക്കി അരിയിട്ട് വാഴിക്കുന്നതിന് വേണ്ടിയാണ് പിണറായി വിജയൻ ഇത്തരം കളികളൊക്കെ നടത്തുന്നതെന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ താരതമ്യേന CPM-ലെ തലമുതിർന്ന നേതാക്കന്മാരുണ്ടായിരുന്നു, നല്ല മന്ത്രിമാരുണ്ടായിരുന്നു. അല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് കാണുന്ന രീതിയിലുള്ള ജനവിരുദ്ധ വികാരമുള്ള മന്ത്രിമാരുണ്ടായിരുന്നില്ല. അന്ന് കാര്യക്ഷമമായിട്ട് കാര്യങ്ങൾ നടത്താൻ പ്രാപ്തിയുള്ള ആളുകൾ, ജി സുധാകരനെ പോലുള്ള ആളുകളൊക്കെ അന്നുണ്ടായിരുന്നു. രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് നേടി നിയമസഭയിലേക്ക് അന്നെത്തിയ കെ ശൈലജ ടീച്ചറെ ഉൾപ്പെടെ വെട്ടിമാറ്റി സീനിയർ നേതാക്കന്മാരെ എല്ലാവരെയും, ജി സുധാകരനടക്കം, തോമസ് ഐസക് അടക്കം, കെ ശൈലജ അടക്കം എല്ലാ നേതാക്കളെയും വെട്ടിമാറ്റി മരുമകന് സ്ഥാനം കൊടുക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ വെട്ടി ഒതുക്കലുകൾ നടത്തുകയായിരുന്നു. VS-ൻ്റെ കാലം മുതൽ പിണറായി വിജയൻ വെട്ടി ഒതുക്കി വന്ന് ആ വെട്ടി ഒതുക്കൽ മരുമോന് വേണ്ടി വീണ്ടും ചെയ്തു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നിപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വരുന്ന എല്ലാ സർവേകളും, ഇന്നലെ CPM-ൻ്റെ സംസ്ഥാന സമിതി കൂടിയപ്പോഴും പ്രതീക്ഷിക്കുന്ന അത്ര സീറ്റുകൾ കിട്ടില്ല എന്നൊരു വിലയിരുത്തലാണ് അവിടെ നിന്നുണ്ടായതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ക്ലിഫ് ഹൗസ് പൂട്ടി മുഖ്യമന്ത്രി കണ്ണൂരിൽ വോട്ട് ചെയ്യാൻ പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല, എപ്പോഴും കണ്ണൂർ വസതി തന്നെയാണ്. അപ്പോൾ മരുമകന് വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ മെയ് 4-ന് ശേഷം എന്തായിരിക്കും പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ അവസ്ഥ? CPM-ൽ എന്തായിരിക്കും പിണറായി വിജയൻ്റെ സ്ഥാനം? ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ, ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ എങ്ങനെയാണ് സാർ നോക്കിയത്? അതായത് അദ്ദേഹം കണ്ണൂർ പോയി തിരിച്ചു വന്നില്ല എന്നുള്ളതല്ല, അദ്ദേഹം ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ധർമ്മടത്തെ അടക്കമുള്ള സ്ഥലങ്ങളിലെ പോളിങ്ങും അതേപോലെ അറിവും തിരിച്ചടികൾ ഉണ്ടാകാൻ പോകുന്നു, തോൽവി വരാൻ പോകുന്നു, കേരളത്തിൽ ഭരണം കിട്ടാൻ പോകുന്നില്ല, അതിദയനീയമായിരിക്കും സ്ഥിതി, CPM അണികളടക്കം മാറിക്കുത്തിയിരിക്കുന്നു, കൂടെ ഉണ്ടായിരുന്ന നേതാക്കന്മാരടക്കം മാറി ചിന്തിരിക്കുന്നു. അവരുടെ പിൻബലത്തോട് കൂടിയിട്ടാണ് കണ്ണൂരിൽ, പ്രത്യേകിച്ച് പയ്യന്നൂരിലും തളിപ്പറമ്പിലടക്കം വിമത നേതാക്കന്മാർ ഇലക്ഷനടക്കം നിൽക്കാൻ വേണ്ടി, UDF-ൻ്റെ സ്ഥാനാർത്ഥി നിൽക്കാൻ വേണ്ടി തയ്യാറായതെന്നപ്പം ഉള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ടായ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇവിടെ നിന്ന് സ്ഥലം വിട്ട് ചെന്നൈയിൽ ഒരു കണ്ണിൻ്റെ ഓപ്പറേഷൻ എന്ന രൂപത്തിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇനി അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരവ് പ്രയാസമായിരിക്കും. അവിടെ നിന്ന് നേരെ അദ്ദേഹം അമേരിക്കയിലേക്കോ അല്ല അബുദാബിയിൽ മകൻ്റെ അടുത്തേക്കോ പോകാനുള്ള പരിപാടിയാണ് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ വിവരം. അത് അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളിൽ നിന്നോ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ ഒക്കെയാണ് എനിക്ക് വിവരം കിട്ടുന്നത്. അപ്പം അതിന് കാരണം അദ്ദേഹം തോറ്റിട്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി ഇരിക്കാൻ യാതൊരു തരത്തിൽ അദ്ദേഹം തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് കാരണം എന്താണ്? ഈ പറഞ്ഞ രീതിയിൽ കഴിഞ്ഞ ഇലക്ഷൻ കടന്ന ശേഷം അദ്ദേഹം കൃത്യമായി പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരെ ഇലക്ഷൻ നിർത്തിയില്ല. CPM-ൻ്റെ പ്രമുഖരായ തോമസ് ഐസക് അടക്കമുള്ള നേതാക്കന്മാരെ, EP ജയരാജൻ, രവീന്ദ്രനാഥ് തുടങ്ങിയുള്ള പ്രമുഖ അദ്ദേഹത്തിൻ്റെ അതേ നിരയിലുള്ള ആളുകളെ ഇലക്ഷന് കട്ട് ചെയ്തു. സ്ഥാനാർത്ഥി സീനിയർ നേതാക്കൾ ഒറ്റയടിക്ക് നിർത്തി. അതിൽ ഏറ്റവും പ്രധാന ശൈലജ ടീച്ചറാണ്. 60,000 വോട്ടിന് അവിടെ അവർ ജയിച്ച ശേഷം അവരെ സ്ഥാനാർത്ഥിയാക്കിയെങ്കിലും ഇലക്ഷനിൽ നിൽക്കേണ്ടത് അവർ സ്ഥാനാർത്ഥിയാവേണ്ട ആവശ്യമാണ്. ആരോഗ്യ വകുപ്പ് വഴി ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ, കോവിഡ് കാലത്ത് ഉണ്ടായിട്ടുള്ള പ്രചരണം വഴി അത് ശൈലജ ടീച്ചർ മത്സരിക്കേണ്ടത് ആവശ്യമാണ്, അല്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും മട്ടന്നൂരിൽ നിർത്തിയുണ്ടാവുക.
ആ മട്ടന്നൂരിലുള്ള ശൈല ടീച്ചർ അടക്കം പേരാവൂർ കൊണ്ടിട്ട് ദേവദത്തിന് കൊണ്ടിട്ട ശൈല ടീച്ചറെ അടക്കം ഒതുക്കി. അതായത് ശൈല ടീച്ചർ മത്സരിച്ചില്ലെങ്കിൽ പ്രശ്നമാണല്ലോ. ബാക്കി ആരെയാണ് അദ്ദേഹം നിർത്തിയിട്ടുള്ളത് പ്രമുഖരായ ആളുകൾ? അല്ല സാറേ, ഈ ശൈലജ ടീച്ചറിൻ്റെ ഒരു ശല്യം കേരളത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോ വടകരയിൽ ഷാഫി പറമ്പിനെതിരെ കൊണ്ടുപോയി? നേരത്തെ വടകരയിൽ കൊണ്ടിട്ട് CPM-ന്റെ വോട്ടുകളടക്കം തിരിച്ചു വിട്ടതും ശൈലജ ടീച്ചർ എല്ലാ തരത്തിലും പല ആരോപണങ്ങൾക്കും ഉണ്ടാക്കിയെന്ന് അവർക്കെതിരെ അവരാണ് ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള CPM-ലെ നേതാവ് എന്നുള്ളത് താർക്കേണ്ടത് പിണറായി വിജയൻ്റെ ആവശ്യമാണ്. അത് കൃത്യമായി വടകരയിൽ നിന്ന് അദ്ദേഹം നടത്തി. ഇനി രണ്ടാമത് പേരാവൂരിലേക്ക് മാറ്റി എന്തിനാ? മട്ടന്നൂരിൽ 60,000 വോട്ടിന് ഭൂരിപക്ഷം ജയിച്ചുള്ള ഒരാള് അവിടെ സീറ്റ് കൊടുക്കേണ്ട മര്യാദയല്ല. KPCC പ്രസിഡന്റ് മത്സരിക്കുന്ന സ്ഥലത്ത് കൊണ്ടിട്ട് തോൽപ്പിക്കുക എന്നുള്ള ദേശത്തിലാണ്. അതിലെ പ്രധാന അദ്ദേഹത്തിന്റെ കൃത്യമായുള്ള നിർദ്ദേശപ്രകാരം CPM-ലെ വോട്ടടക്കം ശൈല ടീച്ചർക്കെതിരെ ചെയ്യും. മാക്സിമം ഭൂരിപക്ഷത്തിന് അവിടെ തോൽക്കേണ്ടത് പിണറായി വിജയന്റെ ആവശ്യമാണ്. പിന്നെ ആരും തന്നെ ചോദ്യം ചെയ്യാവുന്ന നേതാക്കന്മാർ ഈ പാർട്ടിയിൽ ഇപ്പോഴില്ല, ആരെയും നിർത്തിയിട്ടുമില്ല. ഏറ്റവും പ്രമുഖരായ ഏത് നേതാവാണ് ഇപ്പോൾ ഉള്ളത്? തലശ്ശേരിയിൽ ഷംസീറിനെ, ഷുഗർ സീറ്റായിരുന്ന ഷംസീറിനെ മാറ്റി കാരായരാജനെ പോലുള്ള കൊലപാതക കേസിൽ പ്രതിയായ ഒരാളെ കൊണ്ട് നിർത്തിയിരിക്കുന്നു. ഷംസീറിനെ നിർത്താത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹം കഴിഞ്ഞ തവണ അദ്ദേഹത്തെ വിജയിപ്പിച്ച ശേഷം റിയാസിനേക്കാൾ കൂടുതൽ പാരമ്പര്യവും ഇലക്ഷനിൽ നിന്ന് വിജയിച്ചിട്ടുമുള്ള, തലശ്ശേരി പോലുള്ള വളരെ പ്രാധാന്യമുള്ള സ്ഥലത്ത് ജയിച്ചിട്ടുള്ള ഷംസീറിനെ മൂലക്കിട്ടു എന്നുള്ളതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് അവസാനം സ്പീക്കർ സ്ഥാനം കൊടുക്കേണ്ടി വന്നത്. ഇത്തവണ അദ്ദേഹത്തെ കട്ട് ചെയ്തു. അദ്ദേഹത്തെ കട്ട് ചെയ്യാനുള്ള എന്ത് കാരണം? വയസ്സായില്ലല്ലോ, 75 വയസ്സായില്ല. അപ്പൊ പിണറായിക്ക് എത്ര തവണയായി? ശൈല ടീച്ചർ എത്ര തവണയായി? അതുപോലെ എത്ര നേതാക്കന്മാരുണ്ട്? അദ്ദേഹത്തെ വെട്ടി മാറ്റുന്നതിന് അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള മെസ്സേജ് എന്താണ്? ഷംസീറിന്റെ മുകളിലേക്ക് ഒരാൾ നിൽക്കുന്നുണ്ട്. റിയാസിന്റെ മുകളിലേക്ക് നിൽക്കുന്ന ഒരേ ഒരാള്, മുസ്ലിമായ ഒരാള് ആരാണ്? ന്യൂനപക്ഷ ഭാഗത്തു നിന്നുള്ള ഒരാളാരാണ്? ഷംസീറാണ്. ഷംസീർ നിന്നാൽ ഷംസീറിന് കൊടുത്തിട്ടേ റിയാസിന് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് വരും. അതിന് ബുദ്ധിപൂർവമായുള്ള കുബുദ്ധി ഉപയോഗിച്ചതാണ് പിണറായി വിജയൻ ഷംസീറിനെ വെട്ടിമാറ്റിയത്. ഇപ്പോൾ കണ്ണൂരിലെ സ്ഥിതി എന്താ അറിയോ? നമ്മൾ ഒരിക്കൽ കൂടി ആ വീഡിയോ കാണിക്കാം. ഈ നമ്മുടെ MV ജയരാജൻ പറയുകയാണ് എല്ലാ സ്ഥലത്തും ധർമ്മടത്തടക്കം ഭയങ്കര മത്സരമാണ്. ഈ ജയരാജന്മാരെ ആദ്യം ഒതുക്കിയല്ലോ. ഈ 3 ജയരാജന്മാരെയും ഒതുക്കിയപ്പോൾ ആ ജയരാജന്മാർ കൃത്യമായി ഇപ്രാവശ്യം പണി കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് വിമതന്മാർ രംഗത്ത് വന്നത്. അല്ലാതെ അത്ര തന്റെ ഇടൊന്നും ഈ വിമതന്മാർക്ക് ഉണ്ടാവില്ല. ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ TK ഗോവിന്ദൻ അടക്കമുള്ള വിമതന്മാരെ രംഗത്തിറക്കിയാൽ P ജയരാജനെ പോലുള്ള ആളുകൾ തന്നെയാണ് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അതായത് അപ്രമാദിത്വം ഇനി ഒരു കാരണവശാലും ഞങ്ങൾ വച്ചുപൊറിപ്പിക്കാൻ തയ്യാറല്ല, പിണറായി വിജയനെ താഴെ ഇറക്കാൻ വേണ്ടി തന്നെ ബോധപൂർവം തന്നെയാണ് TK ഗോവിന്ദൻ ഇറക്കിയെന്നും. അല്ല, ഇത്തവണ അധികാരത്തിൽ വല്ല കാരണവശാലും പിണറായി വിജയൻ വരികയാണെങ്കിൽ ഇവരെയൊക്കെ പൂർണ്ണമായി നശിപ്പിച്ചു കളയും. പകരം ഇനിയൊരു അവസരമില്ല. പിണറായി വിജയനെ വീഴ്ത്തണമെങ്കിൽ ഇപ്പോൾ വീഴ്ത്തണം, അല്ലെങ്കിൽ പാർട്ടി ഇല്ലാതാകും എന്ന് തിരിച്ചറിവോട് കൂടിയിട്ടാണ് കൃത്യമായിട്ട് ഈ 3 ജയരാജന്മാരും കൃത്യമായി പ്രവർത്തിച്ചു. മാത്രമല്ല EP ജയരാജനൊരു വാഗ്ദാനം കൊടുത്തിരുന്നു. തളിപ്പറമ്പിൽ നിന്ന് അദ്ദേഹത്തെ MV ഗോവിന്ദൻ രാജിവെച്ച് അവിടെ സ്ഥാനാർത്ഥിയാക്കാണ്. പകരം ഭാര്യയെയാണ് നിർത്തിയത്. അത്രയും നാണംകെട്ട വിധത്തിൽ പാർട്ടി സംവിധാനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ കുടുംബവാഴ്ച എന്ന് പറയുന്നത് പാർട്ടി എല്ലാ കാലത്തും ഉയർത്തിക്കൊണ്ടുവരുന്ന സംഭവമാണ്. പ്രത്യേകിച്ചും അടിയന്തരാവസ്ഥ സമയത്ത് ഇന്ദിരാഗാന്ധിയും കുടുംബവാഴ്ചയും കുറിച്ചിട്ടാണ് സഞ്ജയ് അതേപോലെ രാജീവ് ഗാന്ധി, ആ കുടുംബം, നെഹ്റു കുടുംബം എന്ന് പറഞ്ഞിട്ടാണ് CPM ഏറ്റവും അധികം പ്രചരണം നടത്തിയത്. ഇപ്പോൾ പിണറായിയും മരുമോനും ഗോവിന്ദനും ഭാര്യയും എന്നുള്ള നിലയിലേക്ക് നാണം കെട്ട വിധത്തിൽ പാർട്ടി വിജയരാഘവന്റെ ഭാര്യ ബിന്ദു അങ്ങനെ പോകുമ്പോൾ പാർട്ടിയെ ഈ അത്തരത്തിൽ ചില കോക്കസുകളുടെ കയ്യിൽ മാത്രമാണ്, മാഫിയകളുടെ കയ്യിൽ മാത്രമാണ്. അതിൽ ഞങ്ങൾക്കാർക്കും ഇനി നാളത്തേക്ക് യാതൊരു പുരോഗമനം ഉണ്ടാവുന്നില്ല, സാധ്യതയില്ല എന്ന് പറയുമ്പോൾ ഏത് നേതാക്കന്മാരും ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ CPM-ൽ നടക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ വലിയ വിപ്ലവമാണ് നടക്കുന്നത്. ഇപ്രാവശ്യം CPM-നെ തോൽപ്പിക്കണം എന്ന് തീരുമാനമെടുക്കുന്ന CPM നേതാക്കന്മാരാണ്. വെട്ടിമാറ്റപ്പെട്ട നേതാക്കന്മാർ എല്ലാ ഭാഗത്തും ഉള്ളിൽ നിന്ന് അവർക്ക് കൃത്യമായി പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്തുപോയ നേതാക്കന്മാരെക്കാളും CPM പേടിക്കേണ്ടത്, ഭയക്കേണ്ടത് ഉള്ളിലുള്ള നേതാക്കന്മാരെയാണ്. കാരണം അവർക്കുള്ളിൽ നിന്ന് പണി കൊടുക്കാൻ പറ്റും എല്ലാ മേഖലകളിലും. ഞാൻ ഒരു ഇടപെട്ടോട്ടെ സാറേ,
ഈ പിണറായി വിജയനെ പോലെ രാഷ്ട്രീയ തന്ത്രജ്ഞതയുള്ള ചാണക്യ തന്ത്രജ്ഞനാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് പറയുന്നത്. അത്രത്തോളം ദീർഘവീക്ഷണമുള്ള ആളാണെന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ CPM-നകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അന്തഃഛിദ്രങ്ങൾ തിരിച്ചറിയാൻ പിണറായി വിജയന് സാധിച്ചില്ലേ? അതായത് ഒരു ഘട്ടം കഴിയുമ്പോൾ മാനസിക നില തെറ്റി വേറെ ലെവലിലേക്ക് പോകും മനുഷ്യൻ. അദ്ദേഹത്തിന് അധികാരത്തിൻ്റെ ഭ്രാന്ത് കയറി അധികാരം 2 തവണ കിട്ടിയപ്പോൾ അതിൽ നിന്ന് ഇറങ്ങി പോരാനുള്ള വല്ലാത്ത വൈമനസ്യമുള്ളതുകൊണ്ടാണല്ലോ 81 വയസ്സിൽ എഴുന്നേറ്റ് നടക്കാനും ഇരിക്കാനും വയ്യാതെ ലിഫ്റ്റിൽ മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന ഒരാൾക്ക് അസുഖങ്ങൾ ബാധിച്ചെന്ന് ധൈര്യപൂർവ്വം ഞാൻ 10 വർഷം ഭരിച്ചു, ഇനി മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കേണ്ടതാണ്, ഇനി എനിക്ക് വയ്യ എന്ന് കൃത്യമായി തിരിച്ചറിയുന്ന പിണറായി എന്തുകൊണ്ടാണ് ഞാൻ പോവാത്തത്? അധികാരത്തുള്ള ആ വല്ലാത്ത ആക്രാന്തം, ആ ആക്രാന്തം മൂത്ത് ഭ്രാന്തായപ്പോൾ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് അറിയില്ല. ആ നിലയിൽ കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം അറിയുന്ന ഒരാൾ പിണറായി വിരുദ്ധ വികാരമാണ് കേരളത്തിലുള്ളതെന്ന് മനസ്സിലായി കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഓരോ മണ്ഡലത്തിലും 10-100 ബോർഡ് വെച്ചിരിക്കുകയാണ്, അല്ല കോടികൾ ചിലവാക്കി. ആ ബോർഡുകൾ കണ്ടിട്ട് പിണറായിൻ്റെ ഫോട്ടോ കണ്ടിട്ട് CPM അണികൾ മാറിക്കുത്തും. കാരണം ഇപ്രാവശ്യം ബോർഡ് കൊണ്ടുള്ള ഗുണം UDF-നാണ്. കാരണം ഈ ബോർഡ് കണ്ടിട്ടാണ് ആൾക്കാർ ആ വെറുപ്പും അറപ്പും ആട് കാണുകയാണ്. ഒരു സ്ഥലത്ത് പോലും കേരളത്തിലെ LDF സ്ഥാനാർത്ഥികൾ പിണറായി വിജയൻ്റെ കൂടെയുള്ള ഒരു പോസ്റ്റർ അടിച്ചിട്ടില്ല. ഒരു സ്ഥലത്ത് പോലും അങ്ങനെ ഉണ്ടായില്ല. അതെന്തുകൊണ്ടാണ്? പിണറായി പറയുന്ന നേതാവിൻ്റെ ഒരു ഫോട്ടോ അടിച്ചാൽ ജനങ്ങൾ വെറുക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം വീണ്ടും മത്സരിക്കുന്ന MLA-മാർ, CPM-ലെയും LDF-ലെയും MLA-മാർ ഏറ്റവും അധികം നേരിടുന്നത് പിണറായിൻ്റെ ഈ ബോർഡാണ്. ഈ ബോർഡ് അവർക്ക് ഭയങ്കരമായിട്ട് തിരിച്ചടിയായി മാറുന്നു. അതിന് ജനങ്ങൾ വെറുപ്പോടെ അറപ്പോടെ കാണുന്ന ഒരു കഥാപാത്രമാണ് പിണറായി. അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണോ പിണറായി അങ്ങനെ ചെയ്തത് അറിയില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇമേജ്, നഷ്ടപ്പെട്ട ഇമേജ് വീണ്ടും കിട്ടാൻ വേണ്ടി 140 മണ്ഡലങ്ങളിൽ ഈ ബോർഡ് വെച്ചതായിരിക്കാം. അദ്ദേഹത്തിൻ്റെ മാനസിക ഭ്രാന്തി അത്രത്തോളം ഉയർന്നിട്ടുണ്ടല്ലോ. വ്യക്തിയാധിഷ്ഠിതമായിട്ട് പരസ്യ പ്രചരണം ചെയ്യാൻ പാടില്ല എന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടിനെതിരെയാണ് ഈ ബോർഡ്. അല്ലെങ്കിൽ പാർട്ടിയുടെ സെക്രട്ടറിയുടെ ഫോട്ടോയെങ്കിലും അവിടെ വെക്കേണ്ടതാണ്. ഈ പി ജയരാജൻ കൃഷ്ണനായിട്ടും പിണറായി തേരാളിയായിട്ടൊക്കെ ഒരു പോസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ അന്ന് വ്യക്തിയാധിഷ്ഠിതമായിട്ട് പരാമർശം ഉണ്ടാക്കി ജയരാജനെതിരെ ആഞ്ഞടിച്ചതാണ് പിണറായി. അല്ല, അത്തരത്തിലുള്ള ഒരാളാണ് അയാൾ പിണറായിനെ വെച്ചുകൊണ്ട് മാത്രമേ ഈ ബോർഡ് വെച്ചത്. അദ്ദേഹം ആദ്യം തിരിച്ചറിയേണ്ടത് എന്താ? കേരളത്തിലെ ജനങ്ങൾ ഭൂരിപക്ഷവും പിണറായി എന്ന് പറയുന്ന വ്യക്തിയെ വെറുക്കുന്നു. അങ്ങനെ ഒരു ബോർഡ് വെക്കുമ്പോൾ ജനങ്ങളെ ഓർമ്മിക്കുകയാണ് ആ ബോർഡ്. ആ സ്ഥലത്തൊക്കെ തന്നെ UDF-ന് അനുകൂലമായി വോട്ട് കിട്ടും. ഇന്ന് ഞാൻ VD സതീശനുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പലയിടത്തും പോയപ്പോൾ പലരും പറഞ്ഞിട്ടുള്ള ആ ബോർഡ് വെച്ചത് നന്നായി, കാരണം അത് UDF-ന് ഗുണമാണ്. കാരണം അവിടെ ഈ ജനങ്ങൾ വെറുപ്പോടെയാണ് കാണുന്ന ആളെ കാണുന്നു, തിരിച്ചു കുത്തുന്നു. UDF-ന് വോട്ട് ചെയ്യുക എന്നുള്ള സന്ദേശമാണ് പിണറായിയുടെ ബോർഡ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത് അത്രയും പിണറായി തരം താഴ്ന്നു പോയി, അത്രയും അദ്ദേഹം പബ്ലിസിറ്റിയിൽ മനം മയങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിന് താഴേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ആ അധികാരത്തിൻ്റെ ഉത്തംഗ ശ്രേണിയിൽ ഇരുന്ന് നിൽക്കുന്ന ഒരു ശുംഭനാണ് അദ്ദേഹം എന്നുള്ളത് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ ജനങ്ങൾക്ക് തിരിച്ചറിയാം തനി ശുംഭനാണ്. CPM-ല് മുതിർന്ന നേതാക്കളെയൊക്കെ വെട്ടിയൊതുക്കി മരുമകന് വേണ്ടി പാതയൊരുക്കിയിട്ടും 2026 ഇലക്ഷന് ശേഷം പിണറായി വിജയന് രാഷ്ട്രീയമായൊരു അജ്ഞാതവാസം തന്നെ ആയിരിക്കും എന്നാണ് സാർ പറഞ്ഞത്. അദ്ദേഹം, എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ചെന്നൈയിലെ ഇത് കഴിഞ്ഞ ശേഷം അദ്ദേഹം അസുഖമാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നേരെ ഒരു യാത്ര വിദേശത്തേക്ക് പോവുകയും ഇലക്ഷനിൽ എന്തെങ്കിലും നേട്ടമുണ്ടെന്ന് കണ്ടാൽ അപ്പോൾ തന്നെ ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചാൽ മതിയല്ലോ, നേരെ ഇങ്ങോട്ട് പറഞ്ഞിറങ്ങിയാൽ മതിയല്ലോ. അങ്ങനെയാണ് സാധ്യത എന്നുള്ള വിലയിരുത്തലാണ് നടത്തുന്നത്. അല്ലെങ്കിൽ തൻ്റെ മണ്ഡലത്തിൽ ഒരു നിതിൻ രാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥി അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ ആത്മഹത്യ ചെയ്തിട്ടും അവിടെ ആ കുട്ടിയെ കാണാൻ ഇതുവരെ പോയിട്ടില്ല. അതേ സമയത്ത് വീണ ജോർജ് അപകടത്തിൽപ്പെട്ടു എന്ന് പറഞ്ഞ് ആക്രമിക്കപ്പെട്ടു എന്നൊരു കള്ളക്കഥയുണ്ടാക്കി ഹെലികോപ്റ്ററിൽ പറഞ്ഞെത്തി ആ മന്ത്രിയെ കാണാൻ അവിടെ എത്തിയ ആൾക്ക് സ്വന്തം മണ്ഡലത്തിലെ ഒരു നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ മരണം വന്നപ്പോൾ അദ്ദേഹത്തെ കാണാനുള്ള സമയം കിട്ടിയില്ല. മാത്രമല്ല പോലീസിനെ കൊണ്ട് പ്രതികളെ കൃത്യമായി എഴുതി ഒളിവ് താമസിപ്പിച്ചതിൻ്റെ പിന്നിലും പിണറായി എന്നുള്ള ആരോപണമുണ്ട്. കാരണം ആ മെഡിക്കൽ കോളേജുമായിട്ട് പിണറായിക്ക് ചില കോഴ ബന്ധങ്ങളുണ്ട്. അതിൻ്റെ ഉടമകളുമായിട്ടുള്ള ഒരു ഹാജരാണ്. ആ ആചാരുടെ ഈ വലിയ തട്ടിപ്പ് നടത്തിയുള്ള ഒരു ആചാരാണ്. മുമ്പ് അവിടെ കറുവപ്പട്ട ഏറ്റവും അധികം കൃഷി ചെയ്യപ്പെട്ട ഒരു സ്ഥലത്താണ് ഈ കോളേജ് വന്നത്. അതുമായി ബന്ധപ്പെട്ട ഇടപാടിലെല്ലാം തന്നെ പിണറായി വിജയന് ബന്ധമുണ്ട്. ഇപ്പോൾ കോളേജിൻ്റെ അവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും പോലീസിനെ തൊടാതെ ഒന്നും ഉപയോഗിക്കാതെ എല്ലാ സംരക്ഷണം കൊടുത്ത പിണറായി എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം ഇപ്പോൾ പ്രതികളെ ഒരു അണ്ടർഗ്രൗണ്ടിൽ എത്തിച്ച് സുരക്ഷിതമായി എത്തിച്ചതും പിണറായി വിജയനാണ് എന്നുള്ളതും പറയുന്നുണ്ട്.
അങ്ങനെയുള്ള പിണറായിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കുട്ടീൻ്റെ വീട്ടിലൊന്ന് പോയി മുഖം രക്ഷിക്കാമായിരുന്നു. അങ്ങനെ പോലും ചെയ്തിട്ടില്ല. കാരണം വീണ ജോർജിനെ പോയി കണ്ട ആൾക്ക് എന്തുകൊണ്ട് പോയില്ല? ഇത്രയും കാലം വാഹനത്തിന് മുകളിൽ കയറി നിൽക്കാത്ത പിണറായി ഇത്തവണ എല്ലായിടത്തും വാഹനത്തിൽ കയറി യാത്ര ചെയ്ത് എല്ലാവരും കണ്ടാണ്. അത്രയും താഴേക്ക് തൻ്റെ മണ്ഡലത്തിലടക്കം വോട്ട് പോകുന്നു എന്നുള്ളത് തിരിച്ചടി കിട്ടാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം താഴേക്ക് ഇറങ്ങിയത്. എങ്ങനെയെങ്കിലും അധികാരം കിട്ടണം, ഏത് വഴി സ്വീകരിച്ചിട്ട് അധികാരം കിട്ടണം എന്നുള്ളതായിരുന്നു അദ്ദേഹം കരുതിയത്. ഡൽഹിയിൽ അമിത്ഷായുടെ ഒക്കെ പോയി കാൽക്കൽ വീണപ്പോഴും അദ്ദേഹം കൃത്യമായി ഇവിടെ BJP CPM ഒരു ബാന്ധവം കൃത്യമായി ഉറപ്പിച്ചിട്ടാണ് പോയത് എന്നാണ് മത്സരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 109 മണ്ഡലങ്ങളിൽ LDFന് അനുകൂലമായും 10 മണ്ഡലങ്ങളിൽ BJPക്ക് അനുകൂലമായും വോട്ട് ചെയ്യാനുള്ള ധാരണയുമായിട്ടാണ് വന്നതെങ്കിലും ഡൽഹിയിൽ പോയിട്ട്. പക്ഷെ അതൊന്നും ഇവിടെ കേരളത്തിലെ CPM അണികളോ അല്ലെ BJP അണികളോ വലിയ എടുത്തിട്ടില്ല. കാരണം CPM അണികളും BJP അണികളും ഒറ്റ ചിന്താഗതി മാത്രമേ ഉള്ളൂ, കേരളത്തിൽ ഭരണം മാറണം. സാർ, ഇപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണ്. ഒന്നിപ്പോൾ കണ്ണൂർ അടക്കമുള്ള CPMൻ്റെ ചെങ്കോട്ടയിൽ പിണറായി വിജയനെതിരെ വിമതരുണ്ടായിരിക്കുന്നു. G. സുധാകരൻ ഇവിടെ തെക്ക് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു. എന്തായാലും ശക്തമായ പിണറായി വിരുദ്ധ വികാരം നിലനിൽക്കുന്നു, ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു. പാലക്കാട് 2 പേരാണ് CPM പോയിട്ട്, PK ഗോപി, അപ്പോൾ സുരേഷും. ഇപ്പോൾ ഇവിടെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഭരണം നഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം താല്പര്യം കാണിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ CPMൽ എന്താണ് പിണറായി വിജയൻ്റെ സ്ഥാനം? അല്ല, പിണറായി അതോടൊപ്പം ഇവിടുന്ന് സ്ഥലം വിടും. പിണറായിക്ക് പിന്നെ ഭരണമൊന്നും ആവശ്യമില്ലല്ലോ. ആവശ്യത്തിന് എൻ്റെ കൈവശം തന്നെ 10,000 കോടി രൂപയുടെ അദ്ദേഹത്തിൻ്റെ കള്ളപ്പണത്തിൻ്റെ വിദേശത്തുള്ള രേഖ ഉണ്ടായിരുന്നു. അതുപോലെ എന്നെ കള്ളക്കേസിൽ കൂടിക്ക് അറസ്റ്റ് ചെയ്ത് ഓഫീസർ റെയ്ഡ് ചെയ്തൊക്കെ എടുത്തുകൊണ്ടുപോയത്. അങ്ങനെയുള്ള ആൾക്ക് സുഖമായി ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഇരിക്കെ പിന്നെ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? നേരെ വിദേശത്തേക്ക് പോവുക. പദവി, അധികാരം എന്തായാലും ഇനി കിട്ടാൻ പോണില്ലല്ലോ, തകർന്നല്ലോ. ഇനി എന്താ അധികാരം? വേറെന്താ അധികാരം? ഇനി അദ്ദേഹം ഇനി അവിടുന്ന് സ്ഥലം വിടുക എന്നുള്ളതാണ്. അദ്ദേഹം കേസിൽ കുടുങ്ങാതെ രക്ഷപ്പെടുക എന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഇതുവരെയുള്ള നടപടി ആയിരിക്കില്ല വരാൻ പോകുന്നത് എന്നുള്ളത് വേറെ പ്രശ്നമല്ല. നിലനിൽക്കുന്നുണ്ടല്ലോ. അതെ, ഈ ഇലക്ഷനിൽ പിണറായി വിജയനോ ഇടതുപക്ഷമോ ജയിച്ചിട്ടില്ല എങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് പിണറായി കൊണ്ട് എന്താ ഗുണം? ഇവിടെ BJP വളരാൻ, കോൺഗ്രസ് മുക്ത ഭാരതം ആയിട്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുന്ന കേരളത്തിൽ BJP വളർന്നില്ലെങ്കിലും ഇവിടെ പിണറായി വരെ നിന്നാൽ മതി എന്നുള്ളതായിരുന്നു. അതുകൊണ്ടാണ് കേസൊന്നും തൊടാതെ വെച്ചത്. ഇത് കഴിഞ്ഞാൽ അവർ അങ്ങനെ ആയിരിക്കുമോ? പിണറായിക്കെതിരെയുള്ള കേസുകൾ എടുക്കില്ലേ? ശക്തമാവും. അവർക്ക് BJP വളരാനുള്ള സാധ്യതയല്ലേ പിന്നെ നോക്കുക. അപ്പൊ ഇവരെ പിടിച്ചകത്താക്കിയത്, പിണറായിനെയും ഇതുപോലുള്ള സംഘങ്ങളെയൊക്കെ പിടിച്ചകത്താക്കിയത് ഇവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് BJP ആണെന്ന് മനസ്സിലാക്കി BJPക്ക് അനുകൂലമായി CPMന്റെ അണികളെ കൊണ്ടുവരാനുള്ള ശ്രമം അവർ നടത്തും. ഈ മെയ് 4 പിണറായി വിജയൻ ഏടാകുടുത്തിപ്പെട്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറും. ഇലക്ഷനിൽ 89 MLA വീണ്ടും മത്സരിച്ചിട്ടുണ്ട്. അവരുടെ ജനപിന്തുണ കൊണ്ട് അവർ വീണ്ടും വിജയിക്കുന്നില്ല, പിണറായിയുടെ പിന്തുണ കൊണ്ടല്ല, ജയിക്കുന്നില്ല എങ്കിൽ ഏതെങ്കിലും കാരണവശാലും നമുക്ക് അത് അളക്കാൻ പറ്റില്ല. പല MLA ജനങ്ങളുമായി ബന്ധമുണ്ട്. അത് അല്ലാതെ LDF പരാജയപ്പെടുകയാണെങ്കിൽ പിണറായി വിജയൻ എന്തായാലും ഇവിടെ ഉണ്ടാവില്ല. അദ്ദേഹം നേരെ ജയിലിലേക്ക് പോകേണ്ടി വരും. എവിടെ നിന്നാണെങ്കിലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ വളരെ ശക്തവും വ്യക്തവുമാണ്. സുപ്രീം കോടതിയിൽ ലാവ്ലിൻ കേസ് അടക്കമുള്ള കാര്യങ്ങൾ എടുക്കുകയും എല്ലാത്തിലും അദ്ദേഹം നിരന്തരമായി അറസ്റ്റ് ചെയ്യപ്പെടുകയും കേസിൽ പ്രതികളാവുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. ആത്മഹത്യ മാത്രമായിരിക്കും മുന്നിൽ രക്ഷ എന്ന് ഞാൻ കാണുന്നത്. കാരണം അദ്ദേഹം അതും ചെയ്യാൻ പഠിക്കില്ല. അപ്പം അതിനുള്ള ധൈര്യം ഉണ്ടോ എനിക്കറിയില്ല. അദ്ദേഹത്തിന് അല്ല തന്നെ ഭീരുവാണ്. ഭീരു ആയതുകൊണ്ടാണ് എൻ്റെ ഓഫീസ് ആക്രമിച്ച് എൻ്റെ കള്ളക്കേസിലൊക്കെ കുടിക്കിയത്. ധീരതയുള്ള ആളാണ്. എനിക്കെതിരൊരു കേസ് പോലും കൊടുക്കാത്ത ഒരാളാണ്. പിണറായി കള്ളനെന്നും കൊള്ളക്കാരനെന്നും തട്ടിപ്പുകാരനെന്നും മാഫിയ തലവനാണെന്നും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്കെതിരെ നട്ടലുള്ള പിണറായി ആണെങ്കിൽ ചെയ്യേണ്ടതോ, തൻ്റെ ഇടമുള്ള പിണറായിയാണ് എന്താ ചെയ്യുന്നത്, എനിക്കതൊരു ഡിഫമേഷൻ കേസ് കൊടുക്കാമെന്നാണ്. അല്ലാതെ ഭീരുക്കളായ ഗുണ്ടകളെയൊക്കെ അയച്ചിട്ട് അത് ആണുങ്ങൾക്ക് ചേർന്നതാണ്. ആണുങ്ങൾ ചെയ്യുന്ന പണിയല്ലല്ലോ. എൻ്റെ ഓഫീസിൽ കത്തിക്കുന്നു, എൻ്റെ രേഖകൾ കടത്തിക്കൊണ്ടുവന്നു, മാഗസിൻ പിടിച്ചെടുക്കുന്നു. നാണം കെട്ട ഒരാളെന്നല്ലാതെ അതിലപ്പുറത്തെ ഇദ്ദേഹത്തെ എന്താ പറയണ്ടേ? എന്തായാലും ഈ മെയ് 4 ഇതിനെല്ലാത്തിനും ഒരു തീരുമാനമാവും പിണറായി വിജയൻ. അങ്ങനെ ആവുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് മാത്രമാണ് പറയാനുള്ളത്. കാരണം ഞാൻ ഇപ്പോഴും പറയുന്നത് 89 MLA ജനങ്ങളുമായി ബന്ധമുള്ള സ്വീകാര്യത കൊണ്ട് ഏതെങ്കിലും അട്ടിമറിഞ്ഞൊരു 71 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിണറായി അപ്പം ഓടിയെത്തി ഭരണത്തിൽ കയറിയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നമുക്ക് കണ്ടറിയാം. എന്തായാലും മുമ്പത്തെ മാതിരി പിണറായി വിജയനെ കളിക്കാനുള്ള അവസരമൊന്നും കേരള ജനത വിട്ടുകൊടുക്കില്ല എന്ന് വിശ്വസിക്കാം. നന്ദി, നമസ്കാരം.